ഓക്കെ, എന്താണ് ന്യൂ ഇയർ ആയിട്ട് ആഘോഷിച്ചോ? ഹാപ്പി ന്യൂ ഇയർ ആഘോഷിച്ചോ? ഇല്ല. നോർമൽ ഡേ. എല്ലാ ദിവസവും ഓരോരു ദിവസം അല്ലെ? 12 മണിക്ക് ആരും സെലിബ്രേറ്റ് ചെയ്തില്ല ഒന്നും? മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല, പറഞ്ഞോ. 12 മണിയപ്പോ ഉറങ്ങിയോ? എന്താണത്? നിങ്ങൾ അങ്ങനെയാണോ? സെലിബ്രേറ്റ് ചെയ്തു മൈസ 2 മണിയായിരിക്കണം ഉറങ്ങുമ്പോ. അതെ, ഞങ്ങളും അതെ, 2 മണിയായി ഉറങ്ങിപ്പോ. ഈ ന്യൂ ഇയറിന്റെ തുടക്കം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അടുത്ത ന്യൂ ഇയർ പറയുമ്പോൾ വെയിറ്റ് ചെയ്യണ്ടേ? അപ്പൊ സെലിബ്രേറ്റ് ചെയ്യണ്ടേ എന്താണെങ്കിലും. ഒന്നുമില്ല, എല്ലാവരും കസിൻസ് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പടക്കമൊക്കെ പൊട്ടിച്ച് കറക്റ്റ് 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തു, ഡാൻസ് ഒക്കെ ചെയ്ത് കളിക്കില്ലേ? സെയിം ടു യു. ഞങ്ങളും അതന്നെ, പടക്കം പൊട്ടിച്ചു, കേക്ക് കട്ട് ചെയ്തു, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങളുടെ. സത്യമായിട്ട് നല്ല ചെറിയ രീതിയിൽ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ അമ്പലത്തില് ഉത്സവമാണ്. അപ്പൊ അതിന്റെ എക്സ്ട്രാ സന്തോഷം കൂടി ഉണ്ട്. ഇന്നലെ രാത്രി ഓൾറെഡി ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി ക്ഷീണമാണ് ന്യൂ ഇയർ വന്നത്. അടിപൊളിയാണ്. ഒരു എമർജൻസി ആയിട്ട് ടീച്ചറുടെ ക്ലാസ്സിൽ കയറിയതാണ് കേട്ടോ. നിങ്ങളുടെ പീരീഡ് അല്ല ഇപ്പൊ ചാപ്റ്റർ ഒക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. വെയിറ്റ് ചെയ്യണേ. ന്യൂ ഇയർ ആയിട്ട് ദുരന്തം തന്നെ എടുക്കണോ അല്ലേ? ദൈവമേ, ഡിസാസ്റ്റർ തന്നെ എടുക്കണമല്ലോ. എന്ത് ചെയ്യാൻ, നമുക്ക് പഠിക്കാൻ അതൊക്കെയാണുള്ളതല്ലേ. ഫസ്റ്റ് ന്യൂ ഇയർ എന്നെ സംബന്ധിച്ചിടത്തോളം 22-ലൂടെയാണ് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. 21 ആണ് സെക്കൻഡ് പീരീഡ് ആണ്. പീരീഡ് ഉണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങളെയാണ് കിട്ടിയത്. ഓക്കെ, സന്തോഷം. എന്നിട്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ട് രാവിലെ ഭക്ഷണമൊക്കെ എന്തായിരുന്നു? സ്പെഷ്യൽ മിസ് ആണോ? എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയണം പിള്ളേരെ. അപ്പം മുട്ടക്കറി. ഓക്കെ, പുട്ടും ചിക്കൻ കറിയും, ചപ്പാത്തിയും ചിക്കൻ കറി, മുട്ടക്കറി. ദോശയും ചിക്കനോ? എങ്ങനെ കഴിക്കോളൂ ദോശയും ചിക്കനും? ഒരു കോമ്പിനേഷൻ ആണോ? കപ്പയും മീനും, ഇഡലി സാമ്പാർ. ഞാൻ സെയിം ചെയ്തു. ഇഡലി സാമ്പാറാണ് ഞാൻ കഴിച്ചത്. നല്ല കോമ്പിനേഷൻ ആണല്ലേ? ഓക്കെ. കുട്ടികൾക്ക് സ്കൂൾ തുറക്കാത്ത എല്ലാവരും ഉണ്ടാവില്ലേ വീട്ടില്? നമ്മൾ ഇന്നലെ ഫേസ് വരെ പറഞ്ഞില്ലേ ഡിസാസ്റ്ററിന്റെ? പ്രീ ഡിസാസ്റ്റർ ഫേസ് സ്റ്റാർട്ട് ചെയ്തല്ലേ? ഈ സ്റ്റാഫ്സിന് ട്രെയിനിങ്സ് കൊടുക്കുന്നവരെ പറഞ്ഞു. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് ഏത് ഘട്ടമാണോ? ഏത് സമയത്താണിത് പ്രീ ഡിസാസ്റ്റർ ഫേസ്? യെസ്, ഡിസാസ്റ്ററിന് മുൻപുള്ള സമയം അല്ലേ?
യെസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ഓരോ സ്റ്റാഫുകൾക്കും പ്രത്യേകമായ രീതിയിൽ ട്രെയിനിങ്സ് കൊടുക്കും. ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ലാതെ തന്നെ നമുക്കറിയാം ഈ എമർജൻസി സിറ്റുവേഷൻസിൽ വരുന്ന പേഷ്യൻസ്, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് വരുന്ന പേഷ്യൻസ് പല കണ്ടീഷൻസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ഫ്ലഡ് വരുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻസ് വ്യത്യസ്തമാണ്. എർത്തുകേക്ക് ഉണ്ടാകുന്നത്, ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്തുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻസ് എല്ലാം എന്തുണ്ട്, എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട് അല്ലെ. അവരുടെ കണ്ടീഷൻസ് വ്യത്യസ്തമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ സ്റ്റാഫുകളും കൂടി എന്താണ് പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ അവരെ കൈകാര്യം ചെയ്യണം, അതായത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് പ്രത്യേകമായ രീതിയിൽ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഇൻക്ലൂഡ്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് സ്റ്റാഫുകള് പ്രിപ്പയർഡ് ആവേണ്ടത്, എങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒന്ന് ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡെബ്രിസ്. ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡെബ്രിസ്, prompt rescue of the wounded, triage of the wounded, resuscitation and first aid for injured victims, preposition of relief supplies, establishment of temporary water supplies, and allocation of responsibilities for different relief activities. So first പറയുന്നത് എന്താണ്, ഇഫക്റ്റീവ് ആയിട്ട് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്തിൽ നിന്നാണ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? ഫ്രം ഫോളിംഗ് ഡെബ്രിസ്. എന്താണ് ഫോളിംഗ് ഡെബ്രിസ് എന്ന് പറയുന്നത്? എങ്ങനെയുള്ള പേഷ്യൻസ് ആണത്? എർത്തുകേക്കിന്റെ ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ പേഷ്യൻസിന് എന്തൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാം? ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം. ഈ മുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലെ. യെസ്, അപ്പൊ അത്തരം സാധനങ്ങൾ ശരീരത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്താണ് എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കേണ്ടത്. അങ്ങനെ വരുന്ന പേഷ്യൻസ് ഇപ്പൊ അമിതം ചിലപ്പോ മേൽക്കൂരക്കിലേക്ക് വീഴുക, ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും തൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ശരീരത്തിലേക്ക് വീഴുന്നത് പ്രകാരം എന്താണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഫക്ട്സുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം രീതിയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് പ്രത്യേകമായിട്ട് ട്രെയിനിങ്സ് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്, പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുണ്ടഡ്. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുണ്ടഡ് എന്താണ്, പരിക്കേറ്റ് വരുന്നവരെ എങ്ങനെയായിരിക്കണം, നമ്മൾ ഉടൻ തന്നെ ആയിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെ. പരിക്കേറ്റ് വരുന്ന പേഷ്യൻസിനെ ഉടനടി ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള നമ്മൾ സ്റ്റാഫുകളെ പ്രിപ്പയർ ആക്കുക. ഓക്കെ, പരിക്കുകൾ സംഭവിച്ചു വരുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ, അത്തരം പേഷ്യൻസിന് എന്താണ് അവർക്ക് പ്രോംപ്റ്റ് റെസ്ക്യൂ എന്ന് വെച്ചാൽ ഉടനടി തന്നെ നമ്മൾ എന്താണ് രക്ഷാപ്രവർത്തനങ്ങൾ കൊടുത്ത് അവർക്ക് ആവശ്യത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ സ്റ്റാഫുകളെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെന്താണ് ട്രയേജ് ഓഫ് ദ വുണ്ടഡ്. ട്രയേജ് ഓഫ് ദ വുണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രയേജ് ഓഫ് ദ വുണ്ടഡ് എന്താണ്, ട്രയേജ് എന്താണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് പേഷ്യൻസ് പ്രത്യേകിച്ച് പരിക്കേറ്റവരുടെ പ്രയോറിറ്റി നോക്കിയിട്ട് നമ്മൾ എന്താണ് അവർക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് സ്റ്റാഫുകൾ നല്ല രീതിയിൽ വില്ലിംഗ് ആയിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അവര് വില്ലിംഗ് ആയിരിക്കണം. അതായത് ഒരു പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഈ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരെയാണ് ആദ്യം സോർട്ട് ഔട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് അവരെ പ്രിപ്പയർഡ് ആക്കുക. ഓക്കെ, resuscitation and first aid for injured victims. Resuscitation and first aid for injured victims. എന്താണ് resuscitation and first aid എന്ന് പറയുന്നത്? ആർക്കാണ് നമ്മളത് കൊടുക്കുന്നത്? പരിക്കേറ്റ പേഷ്യൻസിന് അല്ലെ. ഒരു ഫസ്റ്റ് എയ്ഡ് പ്രോസസ്സിൽ അവർക്ക് പ്രാഥമിക ചികിത്സ എന്നാണ്. ഇഞ്ചേർഡ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് പ്രോസസ്, ഒബ്സർവേഷൻ പോലുള്ള അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവർക്ക് ആദ്യമായിട്ടൊരു പ്രാഥമിക ശുശ്രൂഷയും പുനരുജ്ജീവനവും നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്റ്റാഫുകളെ പ്രിപ്പയർഡ് ആക്കുക. അങ്ങനെ വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിൽ പരിശീലനം കൊടുക്കുക. അടുത്ത് പറയുന്നത് prepositioning of relief supplies. Prepositioning of relief supplies. Relief supplies എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സർജിക്കൽ എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ മെഡിസിൻസ്, ബ്ലാങ്കറ്റ്സ്. അതായത് യെസ്, റിലീഫ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
ദുരിതാശ്വാസ സാമഗ്രികളാണ് അല്ലെ, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഏതൊക്കെ എക്യുപ്മെന്റ്സ്, പ്രത്യേകിച്ച് ആ ഒരു റിലീഫ് സപ്ലൈസസ് ഒക്കെ എങ്ങനെയൊക്കെ ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യണം, പ്രത്യേകിച്ച് സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ, എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ്. ഇനിയിപ്പോ ഫ്ലഡ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ്, ഓൾറെഡി അവര് നനഞ്ഞു കുതിർന്ന് അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് എന്താണ് നമുക്ക് ബ്ലാങ്കറ്റ്സുകൾ വിതരണം, ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മള് ബ്ലാങ്കറ്റ്സുകളൊക്കെ വിതരണം ചെയ്യുന്നു, മറ്റു ഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെയാ, ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന രീതിയിൽ നമ്മള് സ്റ്റാഫുകൾക്ക് വ്യക്തമായിട്ട് ട്രെയിനിങ്സ് കൊടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ.